വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. നമ്മളിന്ന് എത്തിയിരിക്കുകയാണ് മൈൻക്രാഫ്റ്റുമായിട്ട് നമ്മളെ സ്വന്തം MSN ട്രോൾ സീരീസിലാണ് ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഒരാൾക്ക് ചെറുതായിട്ട് പണിയൊക്കെ കൊടുത്തിട്ടാണ് ഇവിടുന്ന് പോയത്, പിന്നെ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് ആർക്കെങ്കിലുമൊക്കെ പണി കൊടുത്തിട്ട് പോകുന്നത് നമ്മളെ സ്ഥിരം പരിപാടിയാണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഫയർ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത് സുഹൃത്തുക്കളെ. ഫയർ സ്റ്റേഷൻ എന്താ ഇവിടുന്ന് എണീക്കാൻ പറ്റാത്തടേ. ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? കീബോർഡ് അടിച്ചു പോയി അടേ. ഓക്കെ, ഷിഫ്റ്റ് അടിക്കണമായിരുന്നു. ഞാൻ അതിന് വരെ സ്പേസ് ബാർ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, എനിവേസ് നമ്മളങ്ങനെ സെറ്റായിട്ടുണ്ട്. ഓക്കെ 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 എൻ്റെ സ്കിന്നിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ നാളായി, കുറേ നാളെന്ന് വെച്ചാൽ 2 ആഴ്ച കൂടുതലായി എടുത്തിട്ട് മൈൻക്രാഫ്റ്റൊക്കെ. ഇൻവെൻ്ററിലൊക്കെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. കുറേ നാളായി ഈ ഒരു ഏരിയയിലോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത് അവസാനിപ്പിച്ചിട്ട് പിന്നെ ഫയർ സ്റ്റേഷനിൽ വന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് തീർന്നതിന് ശേഷം ഫയർ സ്റ്റേഷനിൽ വന്ന് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഈ ഒരു ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ അതിന് ശേഷം ഓ മൈ ഗോഡ്. ഓക്കെ, നമ്മളെ ക്ലൗണിന് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. ക്ലൗൺ പണിഞ്ഞ വീടിനിട്ട് ആരോ പണിഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ പണിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ജുഗിലിന് കിട്ടുമെന്ന്, പക്ഷേ എനിവേസ് ക്ലൗണിന് കിട്ടി. നമ്മൾ കഴിഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി. നമ്മൾ ബോർഡ് വെച്ചു ജുഗിലിൻ്റെ പേരിൽ. അപ്പോൾ ആ ബോർഡ് GTക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതാണ് കറക്റ്റ് ക്ലൗണിന് തന്നെ കൊടുത്തിട്ടുണ്ട് അവൻ. സോൾക്കിങ് എന്തായാലും ഇത് കയറാത്തതുകൊണ്ട് സോൾക്കിങ് കൊടുക്കൂലെന്ന് അറിയാം. പിന്നെ എഫ് ഗെയിമിങ്ങിന് ഇപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. അവൻ ഇവിടെ കുറേ ബിൽഡൊക്കെ ചെയ്ത് പോകുന്നെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ജുഗിലിൻ്റെ വീട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും അകത്തൊന്നും ഇല്ലേ? ഉണ്ട്. 2 ബെഡും കുറച്ച് ബുക്ക് ഷെൽഫിൻ്റെ ആവശ്യം ഇവൻ എന്താണ്? ഇവൻ ഇതിൻ്റെ ആവശ്യം എന്താണ്? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടിരിക്കുകയാണ്. നിനക്കിതിൻ്റെ ആവശ്യം എന്താണ് സുഹൃത്തെ? ഓക്കെ നമ്മളെ ഫിഷിംഗ് ഡോക്കൊക്കെ ഇവിടെ ഉണ്ട്, സെറ്റാണ്. എന്തോ തകരാറുണ്ട് എൻ്റെ ഈ ഒരു കീബോർഡ് സിസ്റ്റത്തിന്. എൻ്റെ കീബോർഡ് മൗസ് സെറ്റപ്പിന് എന്തോ തകരാറുണ്ട്. മൗസൊക്കെ അടിച്ചു പോയി. ഇപ്പോൾ വേറെ എവിടെ കിടന്ന മൗസ് ഒപ്പിച്ച് വെച്ച് ഒക്കെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇത് നമ്മൾ കണ്ട് കാണുമായിരിക്കും. തലയൊക്കെ വെട്ടി വെച്ചേക്കുന്ന ഹീറോ ബ്രെയിൻ്റെ തല. ആരോ ചെയ്തതായിരുന്നു. അന്ന് നമുക്കത് അറിയാമായിരുന്നു. ഇപ്പം ഞാൻ അത് കുറേ നാളായി വിട്ടുപോയി. ഓക്കെ, ആരാണോ എന്താ ചെയ്ത? എന്തായാലും നമ്മളെ GTക്ക് ഇവിടെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഞാനാണ് കൊടുത്തത്. GT ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും തോന്നരുത്, മറ്റേ വീഡിയോ കണ്ടില്ലെന്ന് തോന്നുന്നു. അതാണ് ചെന്ന് അവനിട്ട് പണി കൊടുത്തത്. എന്താത്? ഇതൊക്കെ എന്താത്? ഫോണിൽ എന്തൊക്കെയോ മാറ്റങ്ങളോ. നമുക്ക് നേരെയുള്ള വഴിയെ കൂടെ പോകാം. നമുക്ക് ഇനി ഈ പുഴ ക്രോസ് ചെയ്ത് പോകാനൊന്നും വയ്യ. എൻ്റെ വീട് ഇവിടെ ഉണ്ട്. എനിവേസ് ഇതിവിടെ ഉണ്ടായാലും ഇല്ലേലും കണക്കാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം ഇവിടെ വരാറില്ല. ഇനി നമ്മൾ ആക്റ്റീവ് ആവും, വെക്കേഷനൊക്കെ നമ്മൾ ആക്റ്റീവ് ആവും. അല്ലാതെ ഇപ്പോഴങ്ങ് ആക്റ്റീവ് ആവുന്ന പരിപാടി നടക്കുന്നൊരു കേസല്ല. ഓക്കെ, ഇപ്പം തന്നെ എങ്ങനെയെങ്കിലും തിരക്ക് പിടിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. പിന്നെ ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ വീട്. ഇതെന്തായാലും നമുക്കൊരു പ്ലാൻ ഉണ്ട്, ഇത് പൊളിച്ച് പണിയാൻ. അത് നമ്മൾ ചെയ്യും. നല്ലൊരു ഏരിയ നോക്കിയിട്ട് നമുക്ക് പൊളിച്ചു. എന്താ ഇതിലേ കൂടെ ഒക്കെ പൊളിച്ച് കയറിയേക്കുന്ന അവനൊക്കെ കാര്യം കൊണ്ട്. അത്ര സ്ഥലം ഉണ്ടായിട്ട് അതിലേ കൂടെ പൊളിച്ചൊക്കെ കയറിയേക്കുന്നു അവനൊക്കെ. ഓക്കെ, നമ്മളെ സോൾക്കിങ് വല്ല വീട് പണി തുടങ്ങി. ഇവിടെ വീട് പണി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്.
നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ വീട് ഇവിടെ പൊങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഈ വീട് ഇവിടെ ഉയർന്നു പൊങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് നമുക്ക് ഇവിടുന്ന് നീക്കം ചെയ്യണം ഗൈസ്. നീക്കം ചെയ്തിട്ട് ഇവിടുന്ന് ഈ ഒരു വഴി എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടോട്ട് കുറച്ച് പേർക്കൊക്കെ വീട് കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ വലിയ റോഡിൻ്റെ സൈഡിൽ കാടും ചെറിയ ചെറിയ ബിൽഡിങ്ങും അല്ലാതെ അവിടെ വീടുകളൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. GTക്ക് നമുക്ക് സ്ഥലം മാറ്റി കൊടുക്കണം, അപ്പോൾ എല്ലാവർക്കും സ്ഥലം മാറ്റി കൊടുക്കണം. പിന്നെ ഈ എഫ് ഗെയിമിങ്ങിന് വീടിന് സ്ഥലമേ ഇല്ല, അവനിന് സ്ഥലം കൊടുക്കണം. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയോ അവിടെ കാണുന്നു. അതൊക്കെ നോക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ അമ്പലം എന്തരായി? സോൾ കിങ്ങിൻ്റെ അമ്പലം. ഓക്കെ സോൾ കിങ്ങിൻ്റെ അമ്പലം അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. സ്പോണൊക്കെ ഇവിടെ ഉണ്ടോ? അവിടെ പറയാൻ പറ്റൂലേ, ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ സ്പോണൊന്നും ഇവിടെ കാണത്തില്ല തിരിച്ചു വരുമ്പോൾ. അതൊക്കെ നോക്കിയിട്ടാണ് ഇതിലേ കൂടെ പോവാം. ഇതാണ് കറക്റ്റ് വഴിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഇതിനെ കണ്ടിട്ട് അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പൊട്ടിച്ചാ? എടാ, ഞാനിത് കണ്ടതുപോലും ഇല്ല. അതിനുമുമ്പ് നീക്കത് പൊട്ടിക്കുകയും ചെയ്താ? അത് ശരിയായില്ല കേട്ടോ. അതത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം നൽകണമായിരുന്നു. അതിനുമുമ്പേ പൊട്ടിച്ചളഞ്ഞ്. അത് നമുക്ക് വിഷയമാക്കണ്ട, നമുക്ക് വിഷയമില്ല. നമുക്കിപ്പോൾ ആ സാധനം കണ്ടപ്പോഴേ എനിക്ക് പന്തിയോടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പൊളിക്കായിരുന്നത്. അത് പൊളിച്ചതായാലും ബിൽഡ് ചെയ്ത ആൾ തന്നെ പൊട്ടിച്ചതാണെങ്കിൽ അത്ര നല്ലത്, അല്ല വേറെ ആരെങ്കിലുമാണ് പൊട്ടിച്ചതെങ്കിൽ അതും നല്ലത്. ഇത് നമ്മളെ ക്ലൗണിൻ്റെ തലയാണ്. എന്താടാ ഇത്? പൈരേറ്റാ? ജുഗിലിനെ ബിൽഡ് ചെയ്യാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. പൈരേറ്റ് കണക്കൊക്കെ ആയല്ലേ, കൊള്ളാല്ലേ. ഇവിടെ കുറേ തലയൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ തല GTയുടെ തലയാണ് കിടിലം. ഹെഡ്സെറ്റൊക്കെ വെച്ച് ഏതാ പൊളി ചെയ്യാനെന്ന് പറ. നമുക്ക് അകത്തോട്ട് കയറാം. നമ്മളെ ഏരിയയാണ്. ഓക്കെ, നമുക്കിവിടെ റീസ്പോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ നോട്ട് ക്രാഫ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഏതാ? എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഓറഞ്ച് കണ്ടാലേ അറിയാം. എൻ്റെ തല കണ്ട് അറിഞ്ഞുവിടാത്തവരായിട്ട് ആരുണ്ട് ഇവിടെ? സിറ്റിയിൽ ആരുണ്ട്? ഈ സിറ്റിയിൽ ആരുണ്ട്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വാ, ഞാൻ പറഞ്ഞു തരാം. മല്ലു GT ഗെയിമർ. ഓക്കെ, മല്ലു GT ഗെയിമറിൻ്റെ ബെഡ് 2 എണ്ണം. ഓക്കെ, എല്ലാവർക്കും 2 ബെഡ് വീതം കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം സിംഗിൾസാണ്. പിന്നെ എന്തിനാണ് 2 ബെഡ്? ഈ അറിയാൻ വേദനയൊക്കെ അങ്ങനെയല്ല. ഇത് എഫ് ഗെയിമിങ്ങിൻ്റെ 2 പടം ഉണ്ടല്ലോ, എഫ് ഗെയിമിങ്ങിനെ തന്നെ പതിച്ചു വെച്ചിട്ടുണ്ട്. തവള. ഇത് ഞാൻ ഇട്ടേക്കുന്ന ടെക്സ്ചർ പാക്കിൻ്റെ ആണ്, അല്ലാതെ അതിനകത്ത് അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഓക്കെ, ക്ലൗണിൻ്റെ തലയും കൂടെ നോക്കാം. ഇനി സോൾ കിങ്ങും ജുഗിലും കൂടെ മാത്രമേ ഉള്ളൂ ബിൽഡ് ചെയ്ത് തീർക്കാൻ. സോൾ കിങ്ങിൻ്റെയും ജുഗിലിൻ്റെയും കൂടെ തല. ഇതെനിക്ക് തോന്നുന്നു എഫ് ഗെയിമിങ് ആണെന്ന് തോന്നുന്നു. ഈ പ്രഹസനം ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എന്താ മരമോ? ഇവിടെ വേറെ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, അതൊക്കെ അതുപോലെ ഉണ്ടാണ്. ഇതെന്താണ് സാധനം? ഇതെനിക്കൊന്ന് പംകിനും തലയും എന്തോ ഹലോവിനും സംബന്ധമായ എന്തോ ഒരു ഇതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേയ്സ്, അതവിടെ കിടക്കട്ടെ. ഓക്കെ, എൻഡർമാൻ. ഓക്കെ, ക്രീപ്പർ. ഇത് ഹാപ്പി കസ്റ്റല് കൊള്ളാമല്ലോ. ഇത് ആരാണ് ഇതിവിടെ ബിൽഡ് ചെയ്യുന്നത്? എന്തായാലും ഇവിടെ ആരും ആക്റ്റീവ് അല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നിയ ആ ഒരു വ്യക്തിക്ക് എൻ്റെ വക നന്ദി അറിയിച്ചു കൊള്ളുന്നു.